കാക്കിയുടെ സ്വഭാവം ആർത്തിയാണ്, എല്ലാ വിഷയത്തിലേക്കുള്ള ആർത്തി. ഈ ആർത്തി സിറിന്റെ ദിക്ർ ചൊല്ലി ആ ചെല്ലലിന്റെ ശക്തി കൊണ്ട്, നൂറ് കൊണ്ട് ഈ പക്ഷി, കാക്ക എന്ന പക്ഷിയും മാറിപ്പോവും. അതിനുശേഷം അതും എന്തായിത്തീരും? നല്ല പക്ഷിയായിത്തീരും. ആ നല്ല പക്ഷി എന്ത് ചെയ്യും? ആർത്തി പിന്നെ അവനുണ്ടാക്കൂല, നല്ല കാര്യങ്ങൾ സഹായിയായിത്തീരും. അതിനുശേഷം വീണ്ടും വരുന്ന അടുത്ത ലത്തായിഫ്. ഇപ്പൊ സിറിന്റെ മക്കാമിൽ എത്തിയ ആൾക്കും എന്തുണ്ടാവൂല? നേരത്തെ പറഞ്ഞ വിഷയം നോക്കുന്ന സമയത്ത് സാധാരണ നഫ്സ് ശുദ്ധിയായി കഴിഞ്ഞാലോ കാമം മാറിപ്പോകൂല. കാമം മാറണമെന്നുണ്ടെങ്കിൽ കൽബിലേക്ക് ദൂരെ പ്രവേശിക്കണം. ഇപ്പൊ കൽബ് എന്ന ലത്തായിഫ് ആ മക്കാമിൽ നിൽക്കുന്ന ആളുകൾക്കും എന്തുണ്ടാവും? ആർത്തി ഉണ്ടാവും. കാരണം ആർത്തിയുടെ പക്ഷി ഇരിക്കുന്നത് കൽബിലല്ല, അതിരിക്കുന്നത് എവിടെയാണ്? സിറിന്റെ മുകളിലാണ്. സിറ് മുനവറായാലാണ് എന്ത് പോവുള്ളൂ? ആർത്തി പോവുള്ളൂ. സിറ് മുനവറാവുന്ന സമയത്ത് ആർത്തി പോവും. എന്നാൽ സിറ് മുനവറായാലും പോകാത്ത പല സ്വഭാവങ്ങളുണ്ട്. അപ്പൊ അടുത്ത ലത്തായിഫായിട്ട് കഫി എന്നുള്ള ലത്തായിഫ്. ഈ കഫീന്റെ മുകളിലിരിക്കുന്ന പക്ഷി ആരാണ്? മയിലാണ്. മയിലിന്റെ സ്വഭാവം എന്താണ്? അഹങ്കാരാണ്. അപ്പൊ അഹങ്കാരം നീങ്ങി പോകുന്നത് കഫീ മുനവറാവുമ്പോഴാണ്, കഫീന്റെ ദിക്ർ ചെല്ലുമ്പോഴാണ്. ആ ചെല്ലലിലൂടെ ആ നൂറ് പ്രവേശിച്ചുകൊണ്ട് ഈ പക്ഷി ബദല മാറിപ്പോവും. ആ പക്ഷി മാറി നല്ല പക്ഷിയായിത്തീരും, ശുദ്ധിയായിത്തീരും. എന്നാൽ അപ്പോഴും അവൻ നീങ്ങിപ്പോകാത്ത പല വിഷയങ്ങളുണ്ട്. അപ്പോ അടുത്ത ഒരു സ്റ്റേജിലേക്ക് അവൻ കയറി പോകുന്ന സമയത്ത്, അക്ഫ എന്നുള്ള ലത്തായിഫ് മുനവറാവുന്ന സമയത്ത്, അതിന്റെ ദിക്റിന്റെ ആധിക്യത്താൽ, നൂറിനാൽ അതിന്റെ മുകളിൽ നിൽക്കുന്ന പക്ഷി, ആ പക്ഷി പ്രാവാണ്. ആ പ്രാവിന്റെ സ്വഭാവങ്ങൾ മാറിപ്പോവും. പ്രാവിന്റെ സ്വഭാവം പിശുക്കാണ്, ലുബ്ധത. അത് പണത്തിന്റെ ലുബ്ധത മാത്രമല്ല, എല്ലാ വിഷയവും നമ്മളിത് ചിന്തിക്കണം. ആ ലുബ്ധതകൾ മുഴുവൻ നീങ്ങിപ്പോവും. അങ്ങനെ ഈ 4 പക്ഷികളും പൂർണ്ണമായി ശുദ്ധിയായി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പക്ഷികള് ഈ മനുഷ്യനെ സഹായിച്ചുകൊണ്ടിരിക്കും, ഈ വലിയനെ. ഇപ്പൊ വലിയനെ സഹായിക്കുന്ന നഫ്സ് എന്തായി? മുസ്ലിമായി തീർന്ന്. അതേപോലെ തന്നെ കന്നാസുകളിൽ നിന്ന് ഓടിപ്പോയി, നാട് വിട്ടുപോയി ജിസ്മിന്ന്. അതേപോലെ 4 പക്ഷികൾ എന്തായി പോയി? ഇവന്റെ അടിമകളായി തീർന്ന്, ഇവനെ സഹായിക്കുന്നവരായി തീർന്ന്. ഇതാണ് വലിയന്റെ അവസ്ഥ. ഇത്തരം ഔലിയാക്കള് വഫാത്തായി കഴിഞ്ഞു കഴിഞ്ഞാല്, ഈ വഫാത്താവുന്ന സമയത്ത് ജിസ്മ് നഷ്ടപ്പെടുകയാണ്. പക്ഷികൾക്ക് പിന്നെ ഇരിക്കാതെ ഇരുട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് കാടുകളിലേക്കോ മറ്റോ പോയി മരങ്ങളിൽ അവര് സാധാ പക്ഷികളെ പോലെ കൂട് കൂട്ടും, അല്ലെങ്കിൽ അവിടെ താമസിക്കും. ആ പക്ഷികൾ തന്നെയാണ് ശരിക്കും ചിലപ്പോൾ മദീനയിലാണെങ്കിലും മക്കയിലൊക്കെ ആണെങ്കിൽ തവാഫ് ചെയ്യുന്ന പക്ഷികളുണ്ട്. ഒരു പക്ഷേ അത്തരം പക്ഷികളായിരിക്കാം ഈ പക്ഷികൾ. ഏതോ വലിയന്റെ, ഏതോ നബിയുടെ ഒക്കെ ഉള്ളിലുള്ള ഈ പക്ഷികളായിരിക്കാം ഇവരൊക്കെ. കാരണം ശുദ്ധീകരിക്കപ്പെട്ട പക്ഷികളാണ്. പല ഔലിയാക്കളും കാടുകളിലേക്ക് മുജാഹിദിന്റെ വിഷയത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഇത്തരം പക്ഷികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാറുണ്ട്. അപ്പൊ അത്തരം പക്ഷികളിൽ നിന്ന് ഇവർക്ക് ഇൽമും അതേപോലെ ഈ പറഞ്ഞ റുഹാനിയത്തിലെ ചികിത്സകളൊക്കെ ഹാസിലാക്കാൻ പറ്റാറുണ്ട്. അതിന് പല കാര്യങ്ങളും അവർ സഹായിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ഉള്ളിൽ ഇത്രയും സാധനങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നഫ്സിരിക്കുന്നുണ്ട്. അതാണെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാ പ്രവാചകന്മാരും അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ അള്ളാഹുവിനോട് രക്ഷ തേടിയ വലിയൊരു വിപത്താണ് നഫ്സ്. പിന്നെ അതിന് പോരാൻ കന്നാസ്, അത് 1, 2 അല്ല 30, 40 ഒക്കെ ഉണ്ടാവാം. അതോടുകൂടി ഈ പറഞ്ഞ 4 പക്ഷികൾ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഹക്കായ മാർഗം എത്തുള്ളൂ, ഹക്കായ ചിന്ത വരുള്ളൂ. എന്നാൽ ഇതൊന്നും മുനവറാക്കാനുള്ള അധികാരം കിട്ടാത്ത ഒരാൾ എങ്ങനെ ഹിദായത്തിൽ എന്ന് പറയാം? അങ്ങനെ ഹിദായത്തിൽ എന്ന് പറയുന്ന ആളുകൾ മൗലിയാക്കന്മാരാണ്. അവരവരെ കുറിച്ച് മനസ്സിലാക്കി വെച്ച വിഷയം ഇതാണ്: ഞങ്ങള് പെർഫെക്റ്റ് ആണ്, ഞങ്ങൾക്ക് തെറ്റ് പറ്റൂല, ഞങ്ങൾ പഠിപ്പിക്കുന്ന തഅലീമാണ്, തഅലീം അശ്റ അതാന്ന് പറയും. അത് ജനങ്ങളുടെ മുമ്പിൽ അസല അതന്നെയാണ്. കാരണം ജനങ്ങൾക്കും ഈ അവസ്ഥ തന്നെയാണ്. അവരവസ്ഥയും മൗലിയാക്കന്മാരുടെ അവസ്ഥ ഒരേപോലെ തന്നെയാണ്. എന്നാൽ മൗലിയാക്കന്മാർ ഒന്നും കൂടി മോശമാണ്. കാരണം മറ്റത് പഠിപ്പിക്കുന്നവരാണ്. ആ പഠിപ്പിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന്റെ കുറ്റം കൂടി ഉണ്ടാവും. മറ്റുള്ളവരെ വഴി ബ്ലോക്കാക്കിയ കുറ്റം. സാധാരണക്കാർക്ക് ആ കുറ്റമില്ല. എന്നാല് അള്ളാഹുവിന്റെ കണ്ണില് ഇവരൊന്നും ഒന്നുമല്ല. അള്ളാഹുവിന്റെ കണ്ണില് പണ്ഡിതന്മാരാരാണ്? ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച ആൾക്കാരാണ്. കൽബ് മുനവറാക്കി, പക്ഷികളെ ശുദ്ധീകരിച്ച്, നഫ്സിനെ മുസ്ലിമാക്കി. അത്തരക്കാർ അള്ളാഹുവിന് മുമ്പിൽ ആലിമ. അത്തരക്കാരെ അള്ളാഹു ഗൗനിക്കുള്ളൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഗൗനിക്കുള്ളൂ. അതേപോലെ അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ ഗൗനിക്കുള്ളൂ. അവരെ സഹായിക്കാൻ അവരുണ്ടാവും.
നാവിന്റെ അതര വ്യായാമം അല്ല ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തസൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിന്റെ ഭംഗി, സാഹിത്യം ഇത് കേൾക്കാൻ പോകുന്നവർ പോട്ടെ, അതിലല്ല കാര്യം ഇരിക്കുന്നത്. അത് വഴികേടിലേക്കുള്ള വഴിയാണ്. ദജ്ജാല് എന്നുള്ള വഞ്ചകൻ വരുന്ന സമയത്ത് അത്തരം ആളുകളൊക്കെ അവനിലേക്ക് എത്തിച്ചേരും. പുറം മേനിയിലേക്ക്, ബാഹ്യമായ കാര്യങ്ങളിലേക്ക് നോക്കുന്ന ആളുകളെ എത്തിച്ചേരുന്നത് അവസാനത്തിലേക്കാണ്, ദജ്ജാലിലേക്കാണ്. ആത്മീയത നോക്കുന്നവർ എത്തിച്ചേരുക അല്ലാഹുവിന്റെ മഹദി അലൈഹി ഇസ്ലാമിലേക്കാണ്. കാരണം മഹദി അലൈഹി ഇസ്ലാം പഠിപ്പിക്കുന്ന തസൂഫാണ്. അദ്ദേഹത്തിൽ രണ്ടും ഉണ്ടാവും, ശരീഅത്തും ഉണ്ടാവും, തരീഖത്തും ഉണ്ടാവും. എന്നാൽ ശരീഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്തിനിയ തരീഖത്തിന് അദ്ദേഹം കൂടുതൽ ഊന്നൽ കൊടുക്കുക. ബാത്തിനിയ തരീഖ് ശരീഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിന്റെ ഔലിയാക്കളുടെ കയ്യിലുണ്ടാവുള്ളൂ. എന്നാൽ ബാഹ്യമായ ജിസ്മിന്റെ ശരീരത്ത് മാത്രം സംസാരിക്കുന്നവനാണ് ആര്? ദജ്ജാല്. ആ ദജ്ജാല് വരുന്നത് തീർച്ചയായിട്ടും ഒരു പണ്ഡിതന്റെ രൂപത്തിലായിരിക്കും. തലയെക്കെട്ടുണ്ടാവും, താടി ഉണ്ടാവും, അതേപോലെ തന്നെ തസ്ബി ഉണ്ടാവും, നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാവും, ഹജ്ജ് ഉണ്ടാവും, പ്രസംഗങ്ങളുണ്ടാവും, ഖറാമത്തുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇങ്ങനെ ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഷെയ്ഖ്, അവരാണ് ഏറ്റവും വലിയ ഉന്നതൻ, ഏറ്റവും വലിയ മഷായിഖ്, ഷെയ്ഖ് അവരാണ്. അങ്ങനെ വരുന്ന ആളെ നമ്മൾ എന്തുകൊണ്ടാ തെറ്റിദ്ധരിക്കാൻ കാരണം? നമ്മൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചത്, ഹദീസ് അങ്ങനെ പഠിപ്പിക്കുന്നത്, മൗലക്കന്മാർ അങ്ങനെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഖുർആനും ഹദീസ് ഇങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നമ്മളങ്ങനെ അതിന്റെ അർത്ഥം എന്താക്കി അവർ വിശദീകരിക്കുന്ന സമയത്ത് തെറ്റായ വിശദീകരണം തന്ന് തഫ്സീർ മാറ്റി. അതല്ല, റസൂലിന്റെ ഹദീസിൽ തെറ്റില്ല, ഖുർആൻ തെറ്റില്ല. തെറ്റ് സംഭവിച്ച് തഫ്സീർ ചെയ്തപ്പോഴാണ്, അവരത് വിശദീകരണം കൊടുത്തപ്പോഴാണ്. ദജൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വഞ്ചന എന്നാണ്. ഈ വഞ്ചന കൊണ്ട് ഒരു ദജാൽ നമ്മൾ വഞ്ചിതനായി പോകും. കാരണം അതിനോട് അടുത്ത സമയം എത്തി, ഖിയാമത്തിന്റെ വക്ത് എത്തിക്കഴിഞ്ഞു. നമ്മളതിൽ പെട്ടുപോകും. അതിന്റെ അനുയായികളെ എണ്ണം വർദ്ധിച്ച് സമ്പൂർണമായി കഴിഞ്ഞ ഏകദേശം ഈ ദജ്ജാലേ വരാനുള്ളൂ, മഹദിയെ വരാനുള്ളൂ, ഇസ്ലാം. നമ്മൾ ഈ കാര്യം നമുക്ക് മഹദിയാണോ വേണ്ടത്, ദജ്ജാലാണോ വേണ്ടത്? ഒന്നുകിൽ മഹദിയിലേക്ക് പോകും, അല്ലെങ്കിൽ ദജ്ജാലിലേക്ക് പോകും. മൂന്നാമതൊന്നും ഇല്ല ഇവിടെ. കാലഘട്ടത്തിൽ ഹിദായത്ത് തരാൻ വേണ്ടി വരുന്നവരാണ് മഹദി അലൈഹി ഇസ്ലാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ദജ്ജാലിൽ ഉണ്ടെങ്കിൽ, ദജ്ജാലിന് എല്ലാ കഴിവും ഉണ്ടെങ്കിൽ, ഇബ്ലീസിന്റെ മുഴുവൻ കഴിവും ദജ്ജാലിന് കൊടുക്കും. ഇബ്ലീസ് ഒരാളെ സഹായിച്ചേക്കണമെങ്കിൽ അദ്ദേഹം സഹായിക്കുന്ന ഏറ്റവും വലിയ വ്യക്തി ദജ്ജാലാണ്. എല്ലാ കാലഘട്ടത്തിലും ദജ്ജാൽ ഉണ്ടായിരുന്നു, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ദജ്ജാലാണ് ഫിറൗന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ദജ്ജാലാണ് ആര്? അബൂജഹൽ. എന്നാ ഈ വരാൻ പോകുന്ന ദജ്ജാലിന്റെ പേര് മസീഹ് ദജ്ജാൽ എന്നാണ്. മസീഹ് എന്നുള്ളൊരു പേര് അതിലുണ്ട്. മസീഹ് ദജ്ജാൽ പറയാൻ കാരണം എന്താണ്? ഇമാം മഹ്ദി അലൈഹി ഇസ്ലാം വരുന്ന സമയത്ത് ഈസാ നബി അലൈഹി ഇസ്ലാമും വരും. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ് മസീഹ് എന്നുള്ളത്. മസീഹിന്റെ കാലത്ത് വരുന്ന ദജ്ജാൽ ആയതുകൊണ്ടാണ് മസീഹ് ദജ്ജാൽ പറയാൻ കാരണം. ആ ദജ്ജാൽ ഏറ്റവും വലിയ ദജ്ജാലായിരിക്കും, ഭൂലോകത്ത് വന്ന ഏറ്റവും വലിയ ദജ്ജാൽ. അദ്ദേഹത്തിന്റെ അനുയായികൾ ആൾറെഡി രൂപം കൊള്ളും. അതിനുശേഷമാണ് നേതാവ് വരിക. ആ നേതാവിനെ കണ്ടോടനെ അവർ ആകൃഷ്ടരാവും. അതിന് കാരണം എന്താണ്? ആത്മീയത തീരെ അറിവില്ല, ഭൗതികത അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശരീരത്തിന്റെ അറിവ് എല്ലാം പഠിച്ചിട്ടുണ്ട്. എല്ലാം അത് തന്നെയാണെന്ന് അവരെന്തൊക്കെ മനസ്സിലാക്കി വെച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടുണ്ടല്ലോ ദജ്ജാൽ തന്നെ ഒറ്റക്കണ്ണെന്നുള്ളത്. ഈ ഒറ്റക്കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒറ്റക്കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായ നേത്രം മാത്രമേ ഉണ്ടാവുള്ളൂ, ശരീഅത്ത് എന്നുള്ള നേത്രം മാത്രമേ ഉണ്ടാവുള്ളൂ. അകക്കണ്ണുണ്ടാവൂല, ആത്മീയത ഉണ്ടാവൂല, ആത്മീയമായ കണ്ണുണ്ടാവൂല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നിങ്ങളെ റബ്ബ് ഒറ്റക്കണ്ണനല്ല, രണ്ട് കണ്ണുള്ളവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്കണ്ണല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദൂതമായിട്ട് വരുന്ന ആള് അഥവാ ഇമാം മഹ്ദി അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിന് രണ്ട് കണ്ണുണ്ടായിരിക്കും, ആത്മീയതയും ഉണ്ടായിരിക്കും, അതേപോലെ ശരീഅത്തിന്റെ നിയമങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പൊ രണ്ട് കണ്ണും ഉള്ളവരാണ് ഹക്ക്. ഒറ്റക്കണ്ണന്മാരൊന്നും ഹക്കല്ല, ഒക്കെ ബാത്തിലാണ്, ഷർറാണ്. അതിലേക്ക് മാത്രം കൊണ്ടുപോകുന്ന ആളുകൾ ആരൊക്കെയാണോ ഒക്കെ അവന്റെ അനുയായികളാണ്. അത് മാത്രം സംസാരിക്കുന്നവരാണ്, അതും അവന്റെ അനുയായികളാണ്. ആത്മീയതയിലേക്ക് പോവാൻ വഴികേടാക്കുന്നവർ അവന്റെ സഹായികളാണ്. ഇത് ഹക്കീക്കത്താണ്. ഫിത്ന വരാൻ പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. കൂരാക്കൂരിട്ടുകൾ പോലുള്ള ഫിത്ന വരാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഹദീസുകൾ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ തമ്മിൽ തീർക്കുന്ന സമയത്ത് അതിന് കാരണം എന്താണ്? അവസാന കാലത്ത് ദീനിന്റെ കോലത്തിലാണ് ശൈത്താൻ വരിക, ഇബ്ലീസ് വരിക. ദീന് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെച്ച് നമ്മൾ പഠിച്ച ആ രൂപത്തിലാണ് വഞ്ചകം വരിക. ഇവരെ വഞ്ചിക്കാൻ പറ്റില്ലല്ലോ. കള്ളന്റെ രൂപത്തിൽ വന്നാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ.
ദജ്ജാൽ ഈ പറഞ്ഞ കോലത്തിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഒറ്റക്കണ്ണാണ്, കാഫർ എഴുതിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹദീസിൽ പറഞ്ഞ പ്രകാരം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലൊക്കെ ഹദീസുകൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് താൻ. അപ്പൊ ഹഖീഖത്ത് എന്തല്ല, ഇതല്ല. വഞ്ചകം വഞ്ചിക്കും. അത് വരുന്നത് ഏത് കോലത്തിലായിരിക്കും? പണ്ഡിതന്റെ കോലത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ പണ്ഡിതനാണെന്ന് ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇമാം മഹദിയാണ് ധരിച്ചു പോവര്. ആ ധരിച്ചുകൊണ്ട്, ആ ധാരണ കൊണ്ടാണ് എന്ത് ചെയ്യുക, ഇവര് അവരെ പോയി ബയ്യത്ത് ചെയ്യുക, ദജ്ജാലിനെ പോയി ബയ്യത്ത് ചെയ്യുക. അതാണ് ഹദീസിൽ വന്നത്. 70,000 പണ്ഡിതന്മാര്, തലപ്പാവ് ധരിച്ച പണ്ഡിതന്മാര് ദജ്ജാലിനെ പോയി ബയ്യത്ത് എന്ന് പറയാൻ കാരണം. എന്നാ ഇമാം മഹദി അലൈഹി ഇസ്ലാമിനെ എങ്ങനെ പിന്നെ മനസ്സിലാവുക? ഇത്രയും കറാമത്തും വിഷയങ്ങളൊക്കെ ദജ്ജാൽ എങ്ങനെ വരുന്ന സമയത്ത് സാധാരണക്കാർ പെട്ടുപോകും. ഇമാം മഹദിനെ എങ്ങനെ മനസ്സിലാവും? ആ മനസ്സിലാക്കാനാണ് നമ്മൾ ഈ വിഷയം പഠിക്കുന്നത്. എന്ത്? ദാക്കിറെ കൽബി ആകണമെന്ന് പറയുന്നത്, ദിക്റെ കൽബ് ഹാസിലാക്കണം എന്ന് പറയുന്നത്. അതിന്റെ തെളിവ് ഖുർആൻ തന്നെയാണ്. ഖുർആനിൽ പറഞ്ഞല്ലോ, വലാ തുദിമൻ അഗ്ഫൽനാ കൽബഹു അൻ ദിക്രിനാ. ഈ ആയത്ത് ആ വിഷയത്തിലേക്ക് വേണ്ടി വന്നതാണത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഉപയോഗിക്കുന്ന ഒരു ആയത്താണ്. കാരണം അവർക്ക് അറിയുന്നവർക്ക് ഇതിന്റെ ഹഖീഖത്ത് അറിയാം.